മാഷാ അല്ലാഹ്, ഈ പ്രാവശ്യത്തെ ഹജ്ജിന് ഹാജിമാരി ഇറങ്ങിയതിന് ശേഷമുള്ള ആദ്യത്തെ ജുമഅ കഴിഞ്ഞിട്ടുണ്ട്. ഇവിടെ മുറ്റത്തൊന്നും ഇപ്പോൾ ജുമഅക്ക് നമസ്കാരം ഈ ഒരു വർഷം കാണുന്നില്ല. കാരണം ഈ നുസുക്ക് കാർഡ് ഇത് എല്ലാവരും ശ്രദ്ധിക്കണം. ഇനി ഹജ്ജിന് വരാനിരിക്കുന്നവരും വന്നവരും ഒക്കെ ഈ നുസ്ക് കാർഡ് ചെക്ക് ചെയ്തിട്ടാണ് നമ്മൾ ഹറമിലേക്ക് പ്രവേശിക്കുന്നുള്ളൂ. എല്ലാ കവാടത്തിലും ഈ നുസ്ക് കാർഡ് ചെക്ക് ചെയ്യാൻ പ്രത്യേക സ്കോഡ് തന്നെയുണ്ട്. അപ്പൊ ഈ ഹറമിന്റെ മുറ്റത്തിലേക്ക് പ്രവേശിക്കണമെങ്കിൽ തന്നെ ഈ നുസ്ക് കാർഡ് നിർബന്ധമാണ്. അപ്പൊ അതുകൊണ്ട് വന്ന ഹാജിമാരും ഇനി വരാനിരിക്കുന്ന ഹാജിമാരും ദയവ് ചെയ്ത് ഈ നുസ്ക് കാർഡ് ഒരിക്കലും നഷ്ടപ്പെടുത്തരുത്. കാരണം ഇത് നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ചിലപ്പോൾ പല ഭാഗത്തും നമ്മൾ ബുദ്ധിമുട്ടാകും. ഇത് വളരെ നിങ്ങൾ ഒരു വളരെ പ്രധാനമായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. അതുകൊണ്ടാണ് ഈ ഒരു വീഡിയോ ഇടാൻ കാരണം ഇപ്പൊ നമ്മളോടൊപ്പം വന്ന 2-3 ഹാജിമാരുടെ നുസ്ക് കാർഡ് നഷ്ടപ്പെട്ടിട്ടുണ്ട്. അപ്പൊ ഇതുമായി ബന്ധപ്പെട്ട് നമ്മൾ മുത്തോഫിനോട് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞത് ഒരു ഹാജിക്ക് ഒരു നുസ്ക് കാർഡ് ഇഷ്യൂ ചെയ്യുള്ളൂ എന്നാണ്. അപ്പൊ ഇതൊരു വലിയ ഒരു പ്രധാന വിഷയമായിട്ട് നിങ്ങൾ കാണണം. എല്ലാവർക്കും ഇത് ഷെയർ ചെയ്യുക. അതേപോലെ തന്നെ നുസ്ക് കാർഡ് കിട്ടിയാൽ ഉടനെ നിങ്ങളെ സ്മാർട്ട് ഫോണിൽ ഈ ഒരു നുസ്ക് കാർഡ് ഫോട്ടോ എടുത്ത് സൂക്ഷിച്ച് വെക്കണം. അത് പലരും എടുത്തു വെക്കാറില്ല. അതുകൊണ്ട് കിട്ടിയ ഉടനെ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കളുടെയോ നിങ്ങളുടെ റൂമിലുള്ളവരുടെയോ നിങ്ങൾക്ക് ഫോണില്ലെങ്കിൽ നിങ്ങളുടെ കൂട്ടത്തിലുള്ള ആരുടെയെങ്കിലും കയ്യിൽ നിർബന്ധമായിട്ട് ഇതിന്റെ ഒരു ഫോട്ടോ എടുത്ത് വെക്കുക. മാഷാ അല്ലാഹ്, ഈ വർഷത്തെ ഹജ്ജിന്റെ വിശേഷങ്ങളുമായി നമുക്ക് വീണ്ടും കാണാം. അപ്പൊ ഒപ്പം കൂടാത്തവരൊക്കെ ഒപ്പം കൂടണം. ഹറമിന്റെ പ്രവേശന കവാടത്തിന്റെ മുൻഭാഗത്ത് എല്ലാ ഭാഗത്തും ഇതുപോലുള്ള ചെക്ക് പോസ്റ്റുകൾ കാണാൻ കഴിയും.